അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ലാഹ സത്രത്തിലെത്തി. ഇന്ന് രാത്രി ഇവിടെ തങ്ങുന്ന ഘോഷയാത്ര നാളെ പുലർച്ചെ 2 മണിക്ക് തുടർ പ്രയാണം ആരംഭിക്കും. ഘോഷയാത്രയ്ക്ക് വലിയ വരവേൽപ്പാണ് ഭക്തജനങ്ങൾ നൽകിയത്. ലാഹ വനം വകുപ്പ് സത്രത്തിൽ ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ പ്രയാണം അവസാനിച്ചിരിക്കുന്നു. ഇനി കാനന പാതയിലൂടെയാണ് ഘോഷയാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണം. ലാഹയിൽ നിന്നും ഇലവുങ്കൽ, പ്ലാപ്പള്ളി, അട്ടത്തോട് വഴി ഘോഷയാത്ര സഞ്ചരിച്ച് മകരസംക്രാന്തി നാളിൽ വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുമ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ആചാരപരമായിട്ടുള്ള സ്വീകരണം അവിടെ ഉണ്ടാകും. ലാഹയിലേക്ക് ഘോഷയാത്ര എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് ഭക്തജനങ്ങൾ ഒരുക്കിയത്. വാദ്യമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടെ, താലപ്പൊലിയുടെയും എല്ലാം അകമ്പടിയോടെ മണിക്കൂറുകളോളം കാത്തുനിന്ന ഭക്തജനങ്ങൾ ലാഹയിൽ വൻ വരവേൽപ്പോടെ ഘോഷയാത്രയെ എതിരേറ്റു. കാനനവാസന് ചാർത്തുന്നതിനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 3ാം ദിവസത്തെ പ്രയാണം അധികവും കാനന പാതകളിലൂടെ തന്നെയാണ്. കല്ലും മുള്ളും കാലിന് മെത്തയായി കരുതുന്ന ഭക്തർ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഒപ്പമുണ്ടാകും. ഒരു സ്വീകരണ കേന്ദ്രത്തിൽ നിന്നും അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്, പന്തളത്തിൽ നിന്നും ഇതുവരെയും ഘോഷയാത്ര എത്തുമ്പോൾ ഭക്തജനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കേന്ദ്രത്തിൽ നിന്നും അടുത്ത കേന്ദ്രങ്ങളിലേക്ക് അനുഗമിക്കുന്ന ഭക്തജനങ്ങളുടെ വർധനവും ഉണ്ടാകുന്നു. ഇങ്ങനെ ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ ഭക്തി മാത്രം, ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ഇനി പന്തളരാജൻ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന മകരജ്യോതി, തിരുവാഭരണ വിഭൂഷിതരായ അയ്യപ്പസ്വാമിയെയും മകരജ്യോതിയും ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.